സർക്കുലർ നമ്പർ 4/2024 ഉടൻ നടപ്പിലാക്കുക. എന്താണ് ഈ സർക്കുലർ എന്ന് ഇപ്പോൾ വിമതരടക്കം വീണ്ടും ചോദിക്കുകയാണ്. അത് അറിഞ്ഞാലല്ലേ വിമതർക്ക് അടുത്ത പുകിൽ തപ്പിപ്പോകാനും തലക്കടി കിട്ടി ബോധമില്ലാതെ കിടക്കാനും സാധിക്കൂ. കഴിഞ്ഞ ദിവസം കോടതി തന്നെ കൊടുത്തിരുന്നു നല്ലൊരടി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുരിയ സഭയിൽ ഉടൻ അച്ചടക്കം നടപടി വേണം. അതിനുവേണ്ടി സർക്കുലർ നമ്പർ 4/2024 അടിയന്തരമായി നടപ്പാക്കണം. സർക്കുലറുകൾ നടപ്പാക്കാനുള്ളതാണ്, അത് അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ളതല്ല. പൗരസ്ത്യ തിരുസംഘം നിർദ്ദേശപ്രകാരം പുറപ്പെടുവിച്ച സർക്കുലർ നമ്പർ 4/24 പറഞ്ഞ പ്രകാരം വിമത വൈദികർക്ക് എല്ലായിടങ്ങളിലും എല്ലാ തരത്തിലുമുള്ള വിലക്കാണ് ആദ്യം വേണ്ടത് സഭയെ അനുസരിക്കുന്ന വൈദികർക്ക് കൂദാശ വിലക്ക് ഏർപ്പെടുത്തുക. അത് തന്നെയാണ് കുംഭസാര പദ്ധതി പുതുക്കി നൽകരുത്. അതിന് എറണാകുളം അതിരൂപത നടപടിയെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് വത്തിക്കാൻ ഇടപെട്ട് രൂപതയെ കൊണ്ട് നടപ്പാക്കിക്കണം. മറ്റു രൂപതകളിൽ നിന്നും വിവാഹക്കുറി, മാമോദീസ, ആദ്യ കുർബാന സ്വീകരണം ഇവയ്ക്ക് നൽകുന്ന അനുമതിക്കത്ത് സഭയുടെ കുർബാന നടക്കുന്ന പള്ളികളിലേക്ക് മാത്രം നൽകാൻ നിർദ്ദേശം കൊടുക്കുക, അല്ലാത്തവ തള്ളിക്കളയുക. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരുടെ ലിസ്റ്റ് സഭ ഉടൻ പ്രസിദ്ധപ്പെടുത്തണം. അവർക്ക് കുംഭസാര പദ്ധതി പുതുക്കി കൊടുക്കരുത്. ആ കുംഭസാര പദ്ധതി ഇല്ലാത്ത വൈദികരുടെ ലിസ്റ്റും സഭ ഉടൻ പ്രസിദ്ധീകരിക്കണം. സഭയെ അനുസരിക്കാത്ത വിമത പ്രവർത്തനങ്ങളുമായി സഭയ്ക്കെതിരെ കേസ് നടത്തുന്ന മുഴുവൻ ഇടവുകളുടെയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കണം. ഇക്കാര്യങ്ങളിലെങ്കിലും സഭാ നേതൃത്വം അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, മർത്തോമാ നസ്രാണി സംഘമാണ് സഭാ അധികാരികളോട് ആവശ്യപ്പെട്ടത്. ഇതിനൊന്നും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സാധിച്ചില്ലെങ്കിൽ തങ്ങളെ കൊണ്ടുവന്ന് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ കുരിയ മൊത്തത്തിൽ ഉടച്ചു വാർക്കണം. ശുദ്ധി കലശം രൂപത അരമനയിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ആർച്ച് ബിഷപ്പ് സ്ഥലത്തില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിശ്വാസികൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണ്ട ഉലകം ചുറ്റാനെന്ന് പലതവണ വിശ്വാസികൾ ചോദിച്ചതാണ്. ഒന്നെങ്കിൽ അപ്പസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി കൊണ്ട് രൂപതയുടെ നേതൃത്വം വഹിക്കുന്ന മാർ ബോസ്കോ മാതൃകയാകണം, അല്ലെങ്കിൽ സ്ഥാനം ഒഴിയണം. പിതാവിന് നേരെ ഒരു വധശ്രമം വരെ നടന്നിട്ടും രൂപത കണ്ണുമടച്ചു നിൽക്കുകയാണ്. എന്നിട്ടാണ് മൈനർ സെമിനാരിയിലെ റെക്ടർ പൂച്ചാക്കലിനെ കൊണ്ട് തന്നെ പരാതി പോലീസിൽ കൊടുപ്പിച്ചത്. പൂച്ചാക്കൽ വിമത വൈദികനാണെന്ന് രൂപതയ്ക്ക് വ്യക്തമായി അറിയാം. അവസാന നിമിഷം കൂറുമാറി പ്രതികൾപ്പമായത് കണ്ടില്ലേ? അതാണ് പൂച്ചാക്കൽ, അതാണ് ആ സ്വഭാവം. വിമത വൈദികൻ എന്ന് തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പിതാവിനെയും വൈദികരെയും ആക്രമിച്ച ആരെയും തിരിക്കറില്ലെന്ന് പൂച്ചാക്കൽ പോലീസിൽ ഒരു വ്യാജ മൊഴി കൊടുത്തതും അത് പ്രകാരം പോലീസ് എഫ്ഐആർ ഇട്ടതും. അതുകൊണ്ട് ബോസ്കോ പിതാവിന് സമാധാനമായോ? അങ്ങ് ഈ പദവിയിലിരിക്കാൻ താല്പര്യപ്പെടുന്നില്ലേ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. കുർബാന തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്റർ 3 സർക്കുലർ ഇതുവരെ ഇറക്കി കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും, പക്ഷെ ഇതുവരെയും കുർബാന അർപ്പിച്ച് മാതൃകയായി ആരും മുന്നിട്ട് വന്നിട്ടില്ല. സഭാ തലവൻ സ്ഥാനമേറ്റിട്ട് 1 വർഷമായി. ഇതുവരെയും ഒരു കുർബാന പോലും അർപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിൽ സ്വീകരണത്തിലാണ്. യേശുക്രിസ്തു സ്വയം മാതൃകയായതുപോലെ ഇടയന്മാരും മാതൃകയാകണ്ടേ? വിശ്വാസികൾക്ക് ഒരു ബോധ്യം വരണ്ടേ? തുടരെ സർക്കുലർ ഇറക്കി അതിന്റെ പേരിൽ വൈദികരെയും വിശ്വാസികളെയും അൽമായരും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പതിവ് ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം രൂപത. സഭയോട് അല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ചുകൂടെ എന്നാണ് ചോദ്യം. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു നടപടിയെങ്കിലും വിശ്വാസികൾക്കായി എടുത്ത് കാണിക്കേണ്ട രൂപത. അതിനല്ലേ രൂപത, അതിനല്ലേ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ, അതിനല്ലേ കുരിയ, അതല്ലേ വത്തിക്കാൻ ആഗ്രഹിക്കുന്നതും മാർപ്പാപ്പ, പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് ആഗ്രഹിക്കുന്നതും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഒക്കെ ഇതല്ലേ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം പുലരണമെന്ന്, അനുസരണ വൃത്തി ഉണ്ടാകണമെന്ന്. അതില്ലാത്ത വൈദികരെല്ലാം വിശ്വാസികളായാലും പുറന്തള്ളിയേക്കണം. ആരായാലും ആരെ പേടിക്കുന്നു, ആരെ ഭയക്കുന്നു, എന്തിനു വേണ്ടി നടപടി എടുക്കാതിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. നടപടി എടുക്കാൻ ആയുധം കയ്യിലുണ്ടായിട്ടും അടിക്കാൻ വടി കയ്യിൽ കൊടുത്തിട്ടും വധിക്കാൻ കൊടുത്തിട്ടും എന്തുകൊണ്ട് അടിക്കുന്നില്ല? എന്തുകൊണ്ട് ആ വടി നിങ്ങൾ ഒടിച്ചു കളയുന്നു എന്നാണ് അതിരൂപതയോട് ഇപ്പോൾ വിശ്വാസികളുടെ ചോദ്യം.